വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് റെഡ് അലർട്ടുള്ള ജില്ലകളിൽ രണ്ടിടത്ത് നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഏതൊക്കെ മേഖലകളിലാണ് മുന്നറിയിപ്പുള്ളത്? ജാഗ്രതാ നിർദ്ദേശത്തിൽ എന്തൊക്കെ നടപടികൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്? പ്രത്യേകിച്ച് വയനാട് ജില്ലയെ സംബന്ധിച്ച് എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത്? രാജേഷ്, സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോൾ ഏറ്റവും അധികം ദുരിതം ബാധിക്കുന്നത് വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലാണ്. കഴിഞ്ഞ തവണയും നമ്മളത് കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വയനാട്, കോഴിക്കോടിന്റെ മലയോര മേഖലകളടക്കം തന്നെ ശക്തമായ നിരീക്ഷണവും ഒപ്പം തന്നെ കരുതലും മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ മന്ത്രി രാജൻ പറഞ്ഞതുപോലെ തന്നെ 4 കേന്ദ്രസേനാ വിഭാഗങ്ങളെയാണ്. NDRFന്റെ 4 സംഘങ്ങളുണ്ട്. അതിൽ 2 സംഘത്തെ വടക്കൻ കേരളത്തിൽ മാത്രമായി കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ഒരുപക്ഷെ വടക്കൻ മലബാറിലടക്കമുള്ള മേഖലകൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കമുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആ റെഡ് അലർട്ട് നിലവിൽ തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ വീണ്ടും മഴ ശക്തമാകും. ആ ഒരു സാഹചര്യത്തിൽ എങ്കിലും മഴ കുറയുമെങ്കിൽ പോലും മഴ ശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട് ആയിരിക്കും. മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ് മാറി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 35 മുതൽ 45 കിലോമീറ്റർ വേഗതയിൽ വരെ അതിശക്തമായ കാറ്റിന് കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. മലയോര മേഖലകളിലടക്കം തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലയിലും വയനാട്ടിലും എല്ലാം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ നേരിയ മഴ മാത്രമാണ് വയനാട്, മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ. കോഴിക്കോടും ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാധ്യത. പക്ഷേ രാത്രിയോടുകൂടി മഴ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇന്നും നാളെയും ഇപ്പോഴും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചുഴലിക്കാറ്റ് അതിശക്തമായി തന്നെ കർണാടക തീരങ്ങളിലേക്ക് വരും. ഒപ്പം തന്നെ അതിന്റെ പ്രഭാവം വടക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. രാജേഷ്.